പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ മിറക്കുലർ ആൻസർ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് പൈതൽ ഫാനിയോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്താം. ഷീസ് അവൈലബിൾ. നമ്മളെ തന്നെ മറന്ന് കാലാവസ്ഥ, അനിഷ്ട സംഭവങ്ങൾ, അത്യായുധങ്ങൾ, അതിന് മധ്യത്തിൽ കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഫാനി, വുഡ് യു പ്ലീസ്? അനുഗ്രഹീതമായ നല്ല രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിന്റെ ആത്മാവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവഭാഗവതത്തിൽ നമുക്കായിരിക്കാം. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മളെ തിരഞ്ഞെടുക്കുവാൻ, നമ്മളെ മാനിക്കുവാൻ നമുക്കൊരു യോഗ്യതയും പറയുവാനില്ല. എല്ലാം അവിടുത്തെ കൃപയാണ്. ആമേൻ. ജനസമലയിലെ അതിവേദനയും അതിദാരുണമായ കാൽവരി മലയും നമുക്ക് വേണ്ടി സഹിച്ച ആ ദൈവത്തിന്റെ ആ ക്രൂശിന്റെ സ്നേഹത്തെ ഓർത്ത് ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ. ഓ യേശുവേ ആരാധ്യേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ എന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ എന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമരയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. ഗതസമരയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. എനിക്കായി മരിപ്പാൻ, എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. എല്ലാം കൃപയാൽ, 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 കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഓ എന്നെ തിരഞ്ഞെടുപ്പാൻ,
യേശുവേ കർത്താവേ, അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങേ സാക്ഷിക്കുവാൻ ഞങ്ങളിൽ യോഗ്യത തെല്ലുമില്ല കർത്താവേ. അവിടുത്തെ അളവറ്റ കൃപയൊന്ന് മാത്രം. Amen. നമുക്ക് പറയാൻ ഒറ്റ യോഗ്യതയേ ഉള്ളൂ. കർത്താവിന്റെ കൃപയാണ്. നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹാകരുണയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പാടാം. ഹല്ലേലൂയ. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നെന്നും അവൻ ആ നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ കാര്യമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയണം. ആമേ, നമുക്ക് തരുന്ന ആ പ്രത്യാശയെ കാണും. പ്രിയന്റെ വരവിൽ കാഹളശബ്ദം നമ്മൾ കേൾക്കും. ആ വരവിന്റെ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നമ്മൾ പറന്നു വരും. പ്രാണന്റെ പ്രിയനായ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ നമ്മൾ ചേരും വരെയും പ്രത്യാശയോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കൈകൾ അടിച്ച് കർത്താവിൽ പാടി സ്തുതിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. അത്യനാശക്തിക്കൽ ആ മഹൽ ദിനത്തിൽ മണവാട്ടിയായി കർത്താവിനോട് കൂടെ പറന്നു പോകുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണ്.
നിത്യജീവിത പ്രത്യാശയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ജനത്തെ അവിടെ ആഴമായി ഈ ഗാനത്തിലൂടെ സ്പർശിച്ചതിനാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ കൃപ, അവിടുത്തെ നീതി, അവിടുത്തെ കരുണ, അവിടുത്തെ ദയ ഈ ജനത്തിൽ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. അങ്ങയുടെ കൂടെ അങ്ങ് സഞ്ചരിക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറാക്കുലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇത് ടെസ്റ്റ് മണിയുടെ സമയമാവുന്നുവല്ലോ. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ബിനു സുഗണനാണ്. യുപിയുടെ പ്രദേശത്ത് നിന്നാണ് കർത്തൃദാസൻ നമ്മളോടുകൂടെ ആയിരിക്കുന്നത്. മലയാളിയായിട്ട് ജനിച്ചുവെങ്കിലും യുപിയുടെ പ്രദേശത്ത് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ജനിച്ചത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും വീണ്ടും ജനിച്ചത് ക്രിസ്തുവിലാകയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളോടൊപ്പം പാടി ആരാധിച്ച ആനി സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്, ആ തേജസ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ കർത്തൃദാസനെ തെരഞ്ഞെടുത്തതിനായിട്ട് ആ വിളിക്കും തെരഞ്ഞെടുപ്പിനുമായി ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ കൊല്ലം എന്ന ഡിസ്ട്രിക്റ്റിൽ കല്ലട എന്ന ദേശത്ത് നിന്ന് യുപിയിൽ എങ്ങനെ എത്തിയെന്നും എങ്ങനെ കർത്താവ് തന്റെ മകനെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ശ്രവിക്കാം. തന്റെ ജീവിതത്തിലെ ദൈവീക ഇടപെടലുകൾ, ദൈവീക കരുതലുകൾ, ദൈവീക വിടുതലുകൾ, ആത്മാക്കളുടെ രക്ഷയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഭാരം, അതിനുള്ള ആ ജേർണി എങ്ങനെയാണെന്നുള്ളത് നമ്മളോട് വിവിധമായ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നുള്ളത് പങ്കുവെക്കുവാനായിട്ട് പാസ്റ്റർ ബിനു സുഗണനെ കർത്തൃനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ശശിജി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം പകലും രാത്രിയിലുമായി 2 ടൈം സോണിലായിരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പാടി ആരാധിക്കാനും ദൈവത്തിന്റെ മഹത്വമേറിയ നാമത്തെ ഉയർത്തുവാനും എല്ലാം ദൈവം തന്നെ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്, വേർതിരിച്ചത് ഈ ലോകമെമ്പാടും അവന്റെ സാക്ഷികളായി മാറുവാനായിട്ടാണ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ഒരു സാക്ഷിയായി, കർത്താവിന്റെ പ്രിയപ്പെട്ട ശ്രേഷ്ഠരായ ദാസിദാസന്മാരോടൊപ്പം ആയിരുന്നുകൊണ്ട് എനിക്കും ഈ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ ഒരു പ്രയർ ഗ്രൂപ്പ് തീർച്ചയായും ദൈവം ചെയ്ത ആ മിറക്കിൾസ്, ആ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുമായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന അനേക ദൈവദാസന്മാരുടെ ആ വലിയ ഒരു വാഞ്ചയോടുകൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെ, മിറക്കിൾസ് ദൈവം നാമമഹത്വത്തിനായി വർണ്ണിക്കുന്നത് കേൾക്കുവാൻ എനിക്കും സാവകാശം ഒരുക്കി. ഇന്ന് പകൽക്കാലം സാക്ഷിയാകുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ പേര് ബിനു നാഥൻ എന്നാണ്. ഞാൻ ഇപ്പോൾ ഉത്തർപ്രദേശില് ആസംഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 21 വർഷമായി കർത്തൃവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഒരു ശ്രേഷ്ഠമായ ഒരു സംഘടനയോടൊപ്പം ചേർന്ന് ആയിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ വരെയും ഞാൻ ശുശ്രൂഷയിലായിരുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം വലിയ അത്ഭുത പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വളരെയേറെ ആഗ്രഹത്തോടെ, വളരെയേറെ പ്രത്യാശയോടെ പറയട്ടെ, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ ആ പ്രത്യാശ
നമ്മളിൽ അധികമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജാതിയും അവന്റെ ശ്രേഷ്ഠരായ മക്കളും ആകൊണ്ട് ഇന്ന് ഈ ആസംഗഡിലായിരുന്നു കൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ വരെ എന്നെ എത്തിച്ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ ചെയ്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം നമ്മൾ പാടിയതുപോലെ ഒരു യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ കർത്താവിന്റെ ആ വിളിയും കർത്താവിന്റെ ആ ആശയും നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയ്ക്കടുത്ത്, കൊല്ലം ജില്ലയില് പുനലൂരിനടുത്ത് എലിക്കാട്ടൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട്. ഇന്നും ആ ഒരു ഗ്രാമ ഭംഗിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ജനിച്ചത്. വളർന്നതും ഏകദേശം കുറെ നാൾ അവിടെ തന്നെ. എന്നാൽ അവിടെ നിന്ന് പിന്നീട് പത്തനംതിട്ട ജില്ലയില് കൂടൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും, കാരണം പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിയോടുള്ള ബന്ധത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ അവിടെ അധികം നാൾ നിൽക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അവിടെയൊക്കെ ഏകദേശം ഒരുപാട് ക്രിസ്ത്യാനികളൊക്കെ ഉള്ള സ്ഥലമാണ്. അന്ന് ചെറിയ കുട്ടിയായി സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയറമ്പിലൊക്കെ നിന്ന് പലരും യേശുവിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും വലിയ ശ്രദ്ധിക്കാനുള്ള താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പിതാവിന്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്ത്യാനികള് മുസ്ലിങ്ങള് എന്നൊക്കെ പറയുന്നവര് ഈ രാക്ഷസന്മാരുടെ മക്കളാണ്. കാരണം അവരൊക്കെ ഈ ജീവികളെ കൊന്നു തിന്നുന്നവരാണ്. അപ്പോൾ ഈ കൊന്നു തിന്നുന്നവരുമായി നമ്മളൊരു സംസർഗം പാടില്ല എന്നുള്ളൊരു വലിയൊരു അറിവ് എൻ്റെ പിതാവിന്റെ അമ്മ എനിക്ക് തന്നതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നിന്ന്, വിശേഷിച്ച് യേശുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹയെ കുറിച്ചോ ആരെങ്കിലും ഒക്കെ പറയുവാണെങ്കിൽ ഉടനെ തന്നെ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വരും, ഇത് രാക്ഷസ സന്താനമാണല്ലോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, നമുക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നടക്കും. അതായിരുന്നു പതിവ്. അങ്ങനെ അവിടെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പടിഞ്ഞാറേ കല്ലട എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കാരണം പിതാവിന്റെ രോഗം വളരെയേറെ മൂർച്ഛിച്ചത് കാരണം അവിടെയും ആയിരിക്കാൻ കഴിയാത്ത സാവകാശത്തിലാണ് പടിഞ്ഞാറേ കല്ലടയിലേക്ക് ഞങ്ങൾ താമസം മാറുന്നത്. അവിടെ എത്തി. അവിടെയും വാടക വീട്ടിലായിരുന്നു താമസം. എന്നാൽ അവിടെ പതുക്കെ പിതാവിനോടൊപ്പം തന്നെ അമ്മയും രോഗിയായി മാറി. പിന്നെ അനുജനും രോഗിയായി. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആയി. അപ്പൊ കുടുംബത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ എല്ലാ ഭാരവും എൻ്റെ തലയിൽ വന്നു. അപ്പൊ ഈ പടിഞ്ഞാറേക്കല്ലടയിൽ പ്രത്യേകിച്ച് ജോലി സാധ്യതകളൊന്നുമില്ല. അവിടെ മണലുവാരാൻ പോവാം, അല്ലെങ്കിൽ ഇഷ്ടിക കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പുസ്തകമൊക്കെ പതുക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് ഇഷ്ടിക കമ്പനിയിലോട്ട് ജോലിക്ക് ഇറങ്ങി. അങ്ങനെ ഇഷ്ടിക കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ വല്ലപ്പോഴും സ്കൂളിൽ നിന്ന് പേര് വെട്ടാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ഇരിക്കുമ്പം ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ സ്കൂളിൽ പോകും. കാരണം ഇളയ 5 സഹോദരങ്ങളാണ്, ഒപ്പം തന്നെ അച്ഛനും അമ്മയും. അമ്മയുടെ അച്ഛന്റെയും ഒപ്പം തന്നെ അനുജന്റെ ട്രീറ്റ്മെന്റ് ട്രിവാൻഡ്രം ശ്രീജിത്ത ഹാർട്ട് റിസർച്ച് സെന്ററിൽ നിന്നായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോവുകയും വരികയും പിന്നെ മരുന്നും ഒക്കെ ആയിട്ട് കുറെ സമയം അങ്ങനെ പൈസ ഒക്കെ ആവശ്യമായതുകൊണ്ട് കുറെ അധ്വാനിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഈ ഇഷ്ടിക കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് വല്ലപ്പോഴൊക്കെ സ്കൂളിൽ പോകും. എന്നാൽ പ്രീ ഡിഗ്രി വരെ എത്തുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു ഈ ജോലിയുള്ള ബന്ധത്തിലും. അങ്ങനെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നാട്ടില് അപ്പോഴത്തേക്ക് പതിയെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനൊരു അപ്ഡേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇഷ്ടിക കമ്പനിയിൽ ആദ്യം ചെളി കൂട്ടാനായിരുന്നു ജോലി ആരംഭിച്ചത്. പിന്നെ അവിടുന്ന് പതുക്കെ കട്ട ഇറക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് വീണ്ടും മുകളിലോട്ട് ഓരോരോ, അങ്ങനെ ഒരു കട്ടച്ചുളുടെ സൂപ്പർവൈസർ എന്നുള്ള ആ ഒരു നിലവരെ എത്തി. എന്നാൽ അവിടെ നിന്ന് തൃപ്തിയാകുന്നതുകൊണ്ട് വീണ്ടും ഫീൽഡ് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് കരുതി പിന്നെ ഒരു ലോഡിങ്ങുകാരനായി. പിന്നെ അതിന് ലോറിയുടെ കിളിയായി. അപ്പോഴത്തേക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പിതാവിന്റെ രോഗം മൂർച്ഛിക്കുകയും നാട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിയാത്തൊരു സാവകാശം വന്നപ്പോൾ അനേക ദിവസങ്ങൾ, വിശേഷിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് പട്ടിണിയുടെ വലിയ പ്രയാസം. കാരണം ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ നാട് വിട്ട് നേരെ ഡൽഹിക്ക് യാത്ര ചെയ്തു. ഡൽഹിയിലെത്തിയാൽ, കാരണം എൻ്റെ ഒരു മാമൻ ഡൽഹിയിലുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഡൽഹിയിൽ ജോലി ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ ഡൽഹിയിൽ വന്നു. പ്രത്യേകിച്ച് ട്രേഡോ ഒന്നുമില്ല എങ്കിലും ഡൽഹിയിൽ വന്നു. ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറി. അന്ന് 700 രൂപയായിരുന്നു ഡൽഹിയിൽ. 94 ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. അങ്ങനെ ഡൽഹിയിലെത്തി 700 രൂപയ്ക്ക് ശമ്പളം
ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ 700 കൊണ്ടൊന്നും ആകില്ല. അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കൂടെ പോകാൻ തുടങ്ങി, ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട്. അങ്ങനെ രാത്രിയിലും പകലും ഞാൻ ജോലി ചെയ്തു ഏകദേശം 2 വർഷത്തോളം, 96 വരെ. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജെറി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, ഇവിടെ ബിനു, നിന്റെ ഈ കഷ്ടപ്പാടും വേദനയൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും. കാരണം അദ്ദേഹം ഞങ്ങൾക്കൊക്കെ വലിയൊരു ഹീറോയെ. ഞങ്ങളന്ന് ഈ കരോൾ ബാഗിൽ ഫുട്പാത്തിലൊക്കെ ഈ 30 രൂപ 25 രൂപയ്ക്കൊക്കെ വെള്ള ഷർട്ട് ഫുട്പാത്തിൽ വിൽക്കാൻ കിട്ടും. ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ടാ ജീവിക്കുന്നത്. പക്ഷെ ജെറി അന്ന് ലൂയിസ് പീറ്റർ ഇംഗ്ലണ്ടും പിന്നെ അതുപോലെ വലിയ വലിയ ബ്രാൻഡ് തുണികളും അതേപോലെ തന്നെ റീബോക്കിന്റെ ഷൂ ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു മലയാളി ഉണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഉള്ളൂ. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ജോലി ചെയ്യുന്നെങ്കിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്നെങ്കിൽ വാ, പക്ഷെ ഇച്ചിരി റിസ്ക് ഉള്ളതാ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാ, അത് സഹിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി. തീർച്ചയായിട്ടും വരാം. അങ്ങനെ ആദ്യ ദിവസം ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം ജോലിക്ക് പോകാനായി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ബോധം മറഞ്ഞെങ്കിൽ മാത്രമേ ഈ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത് കേട്ടപ്പോൾ ഒന്നുകൂടെ സന്തോഷം തോന്നി. കാരണം എവിടെ ജോലിക്ക് പോയാലും സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്, മദ്യപിക്കാനോ പുകവലിക്കാനോ പാടില്ല. പക്ഷെ ഇത് മദ്യപിച്ച് ബോധം മറഞ്ഞെങ്കിൽ മാത്രമേ ഈ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആദ്യ ദിവസം തന്നെ ചെന്നു, വളരെയേറെ ബോധം മറയത്തക്ക രീതിയിൽ മദ്യപിച്ചു. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യമായി കിട്ടിയത് 3000 രൂപയായി പ്രതിഫലം കിട്ടിയത്. അതായത് രാത്രിയും പകലും ഒരു മാസം മുഴുവൻ ഞാൻ ജോലി ചെയ്താൽ കിട്ടുന്നതിന്റെ ഇരട്ടി എനിക്കൊരു 3 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ ജോലിയുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി ഒരുപാട് ഇഷ്ടമായി, ഇനിയും. അപ്പൊ കൂടെ ഉള്ളവരും പറഞ്ഞു, ഭയങ്കര ധൈര്യമുള്ള പയ്യൻ തന്നെ, ഇവനെ കളയണ്ട, കൂട്ടുപിടിച്ചോ. അങ്ങനെ എന്തായാലും അവരോടൊപ്പം ജോലി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ 96 മുതൽ 2000 വരെ ഉള്ള ജീവിതയാത്രയിൽ ആ ടീമുമായിട്ട് ഒപ്പം ചേർന്ന് ജോലി ചെയ്തു. ആ ജോലിയുള്ള ബന്ധത്തിൽ തിഹാർ ജയിൽ മുതൽ ഇന്ത്യയിലെ ഏകദേശം വടക്കേ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട ജയിലുകളെല്ലാം വിസിറ്റ് ചെയ്യാൻ എനിക്ക് അന്ന് കഴിഞ്ഞു. കാര്യം വിസിറ്റ് ചെയ്യാൻ മീൻസ് അവര് പോലീസ് പിടിക്കും, അകത്തിടും, അങ്ങനെ വെളിയിൽ വരും, അങ്ങനെയൊക്കെ ഉള്ളവരും. അങ്ങനെ ഏകദേശം 1999 ആയപ്പോഴത്തേക്ക് എൻ്റെ സ്ഥിതി വളരെ മോശമായി. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വായിൽ നിന്ന് ചോരയും വരും, ചുമയ്ക്കുമ്പോൾ പഴുപ്പൂടൊക്കെ വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അന്ന് ഡൽഹിയിലെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ഗംഗാറാം. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മലയാളിയായ ഡോക്ടർ, ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്നോലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു, ചില ടെസ്റ്റുകളൊക്കെ എഴുതി തരാം. അങ്ങനെ അദ്ദേഹം ടെസ്റ്റൊക്കെ എഴുതി തന്നു, റിപ്പോർട്ട് കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇനി അധികം നാൾ ജീവിച്ചിരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല, കൂടിപ്പോയ ഒരു 2-3 മാസം. അതുകൊണ്ട് ചത്ത് സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് ചോദിക്കും, ഭൂമിയിൽ നീ ഇനി എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോ ഒന്നും ബാക്കി വെക്കരുത്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതല്ല എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ വീണ്ടും നിന്നെ ഭൂമിയിലോട്ട് തിരിച്ചുവിടും. അപ്പൊ ഈ 3 മാസം നിനക്ക് ബാക്കിയുണ്ട്, ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ അറിവിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിനു അപ്പൊ എന്നോട് പറഞ്ഞു, ബിനു അടുത്ത പ്രൊജക്ട് ഇച്ചിരി റിസ്കി പ്രൊജക്റ്റ് ആണ്, സാരമില്ല നമുക്കിത് ചെയ്യാം, ഇതിൽ കിട്ടുന്ന തുക മുഴുവൻ നിനക്ക് തരാം. കാരണം വിവാഹപ്രായമെത്തിയ 3 പെൺകുട്ടികള്, അനിയൻ രോഗിയായി കിടക്കുന്നു, അമ്മ അപ്പൻ എല്ലാം ഈ ഒരു സ്ഥിതിയിൽ, ഇടിഞ്ഞു വീഴാറായ വീട്. അപ്പൊ ഒരു കാര്യം, ആ പ്രൊജക്റ്റിൽ കിട്ടുന്ന പൈസ എല്ലാം നിനക്ക് തരാം. അതുകൊണ്ട് നീ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചിവിടെ വന്ന് നീ ഈ ഡൽഹിയിൽ കിടന്നൊരു പട്ടിയെ പോലെ മരിച്ചാലും ആരും അറിയത്തില്ല, നിന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ആ ഒരു ലക്ഷ്യമായിട്ടാണ് ലക്നൗ അടുത്ത പ്രൊജക്റ്റിനായിട്ട് ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ലക്നൗ പോലീസിന് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തുന്നു എന്നുള്ളത്. അവര് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അന്ന് മൊബൈൽ ഫോൺ ഒന്നുമില്ല, ഈ പേജർ എന്ന് പറയുന്ന ഒരു സാധനമാണുള്ളത്, പേജ് മെസ്സേജ് മാത്രമേ വരുള്ളൂ. അങ്ങനെ ലക്നൗവിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പേജ് വന്നു, ഇന്ന് നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ വർക്ക് ചെയ്യണ്ട. അങ്ങനെ അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു ഹൈന്ദവ സഹോദരൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. കാരണം ഏത് സിറ്റിയിൽ പോയാലും ഹോട്ടലുകളോ അല്ലെങ്കിൽ സത്രങ്ങളിലോ ഒന്നും താമസിക്കാറില്ല. ഏതെങ്കിലും ഒരു മലയാളി അല്ലെങ്കിൽ ഒരു തമിഴനെ കൂട്ടുപിടിക്കും, എന്നിട്ട് അവരുടെ വീട്ടിലാണ് ഗസ്റ്റ് ആയിട്ട്, അതും സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ഇതില് അവരുടെ വീട്ടില് കുറച്ച് ദിവസം താമസിക്കും. 2-3 ദിവസം താമസിച്ച്
അവർക്ക് വേണ്ടുന്ന ആർഭാടമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഡൽഹിയിലേക്ക് വരും. അങ്ങനെയായിരുന്നു രീതി. അങ്ങനെ ഞങ്ങള് ലക്നൌവിൽ എത്തിയപ്പോൾ അവിടെ കഴിഞ്ഞ തവണ താമസിച്ച ഒരു മലയാളി, ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു തികഞ്ഞ മദ്യപാനിയായ ഒരു വ്യക്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് ഞങ്ങള് വിലയേറിയ മദ്യമൊക്കെ ആയിട്ടാണ് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്രാവശ്യം ഒരു വിധത്തിൽ മലയാളികൾ പോലും കഴിച്ചു കാണത്തില്ല, അത്രയ്ക്ക് വിലയേറിയ മദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതിന്റെ ബോട്ടിലൊക്കെ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, വളരെ സന്തോഷം, പക്ഷെ ഞാനിപ്പോ ഇതിലും വലിയ ലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതേത് ലഹരി നീ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അവിടെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു കറുത്ത പുസ്തകം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഇത് തരുന്ന സുഖവും സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ മറ്റു ഒരു ലഹരിക്കും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബൈബിൾ എടുത്ത്, ഒരു കറുത്ത പുസ്തകം എടുത്ത് ഉയർത്തി കാണിച്ചു. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആദ്യമായിട്ട് ഞങ്ങൾക്ക് തികഞ്ഞ ഒരു മദ്യപാനി നഷ്ടമായി. 2, ഞങ്ങളുടെ ജാതിയിൽ നിന്ന് ഒരാൾ മതം മാറി. ഈ രണ്ടും വന്നപ്പോൾ വളരെയേറെ വേദന തോന്നി. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ഏകദേശം ഒരു 50 അസഭ്യ വാക്കുകൾ വായിൽ വരുന്ന ഒരു കാലം. അങ്ങനെ അന്ന് വളരെ യേശുവിനെയും, അന്ന് ആരൊക്കെ അറിയത്തില്ല ക്രിസ്ത്യാനി ആരൊക്കെയാണെന്നൊന്നും, യേശുവിനെയും മറിയത്തിനെയും പുണ്യാളന്മാരെയും പാസ്റ്റർമാരെയും ഫാദറിനെയും കപ്പ്യാരെയും വരെ തെറി വിളിച്ചു. പക്ഷെ അത് കേട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അഭിഷേകം പ്രാപിച്ച് 3 ദിവസം ആയിട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് അദ്ദേഹം ഈ യേശു ക്രിസ്തുവിനെ തെറി വിളിക്കുന്ന കേട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് ലക്നൌവിലുള്ള ഒരു പാസ്റ്റർ തോമസ് ഫിലിപ്പ് അദ്ദേഹത്തെ എന്റെ അരികിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ഡൽഹിയിൽ നിന്ന് ഇതുപോലെ 2-3 പയ്യന്മാര് വന്നിട്ടുണ്ട്, തികഞ്ഞ മദ്യപാനികളാണ്. എങ്ങനെയെങ്കിലും പാസ്റ്റർ സുവിശേഷം ഒന്ന് പറയണം. കാരണം ഒരുത്തം തീരാറായതാണ്, സംസാരിക്കുമ്പോൾ വായിക്കൂടെ ചോരയൊക്കെ വരുന്നതാണ്. തീരുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അത്രയും നല്ലതാ പാസ്റ്റർ. അങ്ങനെ പാസ്റ്റർ വെളുപ്പിനെ വന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് 2 പെഗൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ബ്രഷൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാം ഒരു വലിയൊരു മനുഷ്യൻ കയറി വരുന്നു. അങ്ങനെ അദ്ദേഹം ഏതൊക്കെയോ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പോയി. 2-ാം ദിവസവും അതുപോലെ, 3-ാം ദിവസവും അതുപോലെ ആയപ്പോൾ എൻ്റെ കൂടൊപ്പം ഒരു മധുസൂദൻ നായർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ രാവിലെ കണി കാണുന്ന പാസ്റ്ററെയാണ്, അതുകൊണ്ടാണ്. കാരണം ഓരോ ദിവസവും ഞങ്ങൾക്ക് പേജിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പേജറിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നു, ഇന്ന് ചെയ്യണ്ട, നാളത്തേക്ക് മാറ്റും. അങ്ങനെ 3 ദിവസം ആയപ്പോ പറഞ്ഞു, നീ ശകുനത്തിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നതുകൊണ്ട് പറഞ്ഞു, ഈ രാവിലെ എഴുന്നേറ്റ് ഈ പാസ്റ്ററിന്റെ മുഖം കണി കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപശകുനം. അതുകൊണ്ട് ഈ പാസ്റ്റർ നാളെ വരാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരനോട് പറഞ്ഞു, ഇനി മേലാൽ ആ പാസ്റ്ററെ കണ്ടേക്കരുത്, കണ്ടു കഴിഞ്ഞാൽ നീ അയാളെയും തല്ലും നിന്നെയും തല്ലും. കാരണം നീ ഞങ്ങളുടെ ചങ്കായതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, ഹോട്ടലിൽ താമസിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. കാരണം അത്തവണ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അന്നൊന്നും മലയാളികളുടെ വീടുകളിലൊന്നും TV ഇല്ല. അപ്പൊ ആ ലക്നൗ വിസിറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഞങ്ങളൊരു കളർ TV ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിലാണ് അദ്ദേഹം. അങ്ങനെ TV ഒക്കെ കണ്ടിരിക്കുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു, പാസ്റ്ററെ കൊണ്ടുവരുന്ന കാര്യം നാളെ ദയവ് ചെയ്ത് അയാളെ കൊണ്ടുവരരുത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാസ്റ്ററെ തല്ലും നിന്നെയും തല്ലും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അന്ന് രാത്രി, അദ്ദേഹം ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. ഇന്ന് ലക്നൗ പട്ടണം അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്മാനായിട്ട് ദൈവം അദ്ദേഹത്തെ മാറ്റി, ദൈവത്തിന്റെ കൃപയാൽ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് രാത്രിയിൽ ആംബുലൻസ് കൊണ്ട് ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ നാളെ അവന്മാരെ തല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്. കാരണം കള്ളു കുടിക്കുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ അവന്മാര് പൂച്ചയെ പോലെ പമ്മിയിരിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ എന്താ ചെയ്യുന്നതെന്ന് അവന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പാസ്റ്റർമാർ കള്ളു കുടിക്കുന്നതിന് മുമ്പ് വരണം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാനടുത്ത് ക്ലാസ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്റർ കയറി വരും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ബാക്കിയുള്ള എല്ലാവരെയും കൂടെ വിളിച്ചു. ഞാൻ ആ ദൈവദാസന്റെ സമർപ്പണത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മാക്കളെ നേടാൻ ഉള്ള ആ ഒരു അതിവാഞ്ച. ഏകദേശം ഒരു 5 മണി ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. 4:30 കഴിഞ്ഞു, 5 മണിക്ക് മുമ്പ്. അപ്പൊ ഞാൻ ക്ലാസ് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം കടന്നു വന്ന് ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി, യേശു ക്രിസ്തുവിന്റെ കാര്യവും. അന്ന് അദ്ദേഹം ഒരു മുടിയനായ പുത്രന്റെ കാര്യം പറഞ്ഞു. മടങ്ങി വന്ന മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ ദൈവം ചേർത്ത് നിർത്തിയ, അവനെ മോതിരം അണിയിച്ച നല്ലൊരു ദൈവത്തെ കുറിച്ച്. അതുപോലെ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ
ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വാചാലമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കും തോന്നി നല്ല കാര്യം തന്നെ. കാരണം ഈ എല്ലാ വർഷവും ഡൽഹിയിൽ നിന്ന് ബനാറസ്, കാശി, പിന്നെ ഇലഹബാദ്, അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയി ഞങ്ങൾ പാപമോക്ഷത്തിനായി മുങ്ങാറുണ്ട്, സ്നാനപ്പെടാറുണ്ട്. അപ്പം ഇതാകുമ്പോൾ പാസ്റ്റർ പറയുന്നു, ഇവിടെ നിന്ന് ഇരുന്ന് ചിന്നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി, പാവമെല്ലാം പോവും, പാവമെല്ലാം ക്ഷമിക്കുമെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ പാസ്റ്ററോട് കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം മടങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരി, നമ്മുടെ പാവമെല്ലാം പോയല്ലോ, ഇനി ആ ഒരു സന്തോഷത്തിൽ നമുക്ക് അടുത്ത പെക്കടിക്കാം എന്ന് പറഞ്ഞു. അന്നങ്ങനെ പെക്കൊക്കെ അടിച്ച് വീണ്ടും ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ, ഞങ്ങളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പാസ്റ്റർ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു, നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് വലിയൊരു പൂട്ട്, ഒരു ലോക്ക് സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം കാണിച്ച ദർശനമാണ്. അപ്പൊ അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു, വേണ്ട പാസ്റ്റർ, രാവിലെ പ്രാർത്ഥന ഏറ്റു, രാവിലത്തെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയായിരുന്നു, അത് ഏറ്റു, ഇനി പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് സമയമില്ല. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ജോലിക്ക് കടന്നുപോയി. എന്നാൽ അന്ന് ലക്നൗ പോലീസ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന മധുസൂദനും ജെറിയും അവരോടി. ഞാൻ വീണ്ടും പോലീസ് കസ്റ്റഡിയിലാകുന്നു. അങ്ങനെ വീണ്ടും ലക്നൗ സെൻട്രൽ ജയിലിലായി. ഏത് ജയിലിൽ പോയാലും 14 ദിവസത്തിനകം, ഫസ്റ്റ് റിമാൻഡ് 14 days ആണ്, 14 ദിവസത്തിനകം വെളിയിൽ വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് 28. അതിനപ്പുറം ഒരു ജയിലിലും എനിക്ക് കഴിയേണ്ടതായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ലക്നൗ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ, കാരണം ലക്നൌവിൽ തന്നെ ഞാൻ 2ാമതാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. എന്നാൽ ഈ 28 വീണ്ടും വളർന്ന് അത് 56 മാറിയിട്ടും എനിക്ക് ജയിൽ മോചനം കിട്ടാതെ വന്നപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിലങ്ങ് വെച്ച് ജയിലിലോട്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഒരു പോലീസ് കൊണ്ടുപോയപ്പോ എന്നോട് പറഞ്ഞു, ബേട്ട കംസേക്കം മോനെ, ഏറ്റവും കുറഞ്ഞത് ഒരു 7 വർഷത്തേക്ക് നിനക്ക് ജാമ്യം പോലും കിട്ടില്ല, അതുപോലുള്ള കേസാണ് നിന്റെ മേൽ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന മാറ്റം, ആ സംസാരിക്കുമ്പോൾ വരുന്ന ചോര മാറി പൂർണ്ണമായി പഴുപ്പായി മാറി. എനിക്ക് തന്നെ സ്മെൽ അറിയാൻ തുടങ്ങി, എൻ്റെ ഉള്ളിൽ എന്തുമാത്രം ദുർഗന്ധമുണ്ട് എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലോട്ട് വന്നപ്പോൾ ഞാൻ വളരെയേറെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. കാരണം ഈ പാസ്റ്റർ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ജയിലിനകത്ത് വന്നു. അവരുടെ ജയിലിനകത്ത് എല്ലാവരുടെയും തലക്കീഴി ബൈബിളുണ്ട്, വായിക്കാനല്ല. കാരണം ജയിലിനകത്ത് ജയിൽ ജീവനക്കാരും പോലീസുകാരും ഒക്കെ ഈ ചുക്കയും തമ്പാക്കും കഞ്ചാവും ഒക്കെ കൊണ്ടുകൊടുക്കും. അത് തെറുത്ത് വലിക്കാൻ പേപ്പർ അവൈലബിൾ അല്ല. അതുണ്ടാകുന്നത് ഈ സുവിശേഷകന്മാര് പ്രസംഗിക്കാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ഈ പേപ്പറുകളും അതുപോലെ ബൈബിളുകളും സുവിശേഷ പ്രതികളും ഒക്കെ, ഇതെല്ലാം വാങ്ങിച്ച് ഇവര് തലക്കീഴി സൂക്ഷിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഇവർ ഓരോ ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ പേജ് കീറി അതിനകത്താണ് ഇങ്ങനെ തെറുത്ത് വലിക്കുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഒരു മുസ്ലിം സഹോദരനുണ്ട്, ഹക്കീം എന്നാ പുള്ളിയുടെ പേര്. അദ്ദേഹം ഇത് വളരെ ഇബാദത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഹക്കീമേ, നീ ഒരു മുസ്ലിം ആയിരിക്കെ നിനക്ക് എന്തിനാ ഈ ക്രിസ്ത്യാനികളുടെ പുസ്തകം? അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇത് ക്രിസ്ത്യാനികളുടെ അല്ല, ഇത് ഈസാ അല്ലാഹ് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഈസാ അല്ലാഹ് ഇസ്ലാം ഒരിക്കലും ക്രിസ്ത്യാനികളുടെ ഒന്നും അല്ല, അത് സകല മാനവ ജാതികളുടെയും രക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ വാചാലമായി ഈസാ അല്ലാഹ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ ഈസാ അല്ലാഹ് ഇസ്ലാമിന് സ്വയം രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ എന്നെ എങ്ങനെ രക്ഷിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശു കുരിശിൽ കയറിയ റീസൺ എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒക്കെ. അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ യേശുവിന് എന്നെ ഈ ജയിലിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഇസ്രായേൽ മക്കളുടെ കഥ പറഞ്ഞു, മിസ്രൈമിലായിരുന്നവരെ എങ്ങനെ കർത്താവ് വിടുവിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നിനക്ക് അറിയാമല്ലോ എന്റെ സ്മെല്ല് എത്രമാത്രമാണ്. ഞാൻ അധികം ആരോട് സംസാരിക്കില്ല, കാരണം എന്റെ അകത്തുനിന്ന് പഴുപ്പ് വരാൻ തുടങ്ങി. എന്നെ നിന്റെ യേശുവിന് എങ്ങനെ, നിന്റെ ഈസാ അല്ലാഹ് ഇസ്ലാമിനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അപ്പൊ അദ്ദേഹം ലാസറിനെ കുറിച്ച് ആ പുതിയ നിയമത്തിൽ നിന്ന്, കാരണം ആ പുതിയ നിയമം മാത്രമേ ഉള്ളൂ, ലാസറിനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ ഈസാ അല്ലാഹ് ഇസ്ലാം. ലാസറസിനെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? സകലതും ദ്രവിച്ച നശിച്ച 3-ാം നാളില് ആ ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ചങ്കോ കരളോ മാത്രമേ പഴുത്തിട്ടുള്ളൂ, അതിനെ വീണ്ടും പുതുതാക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അന്ന് പകൽക്കാലം ഞങ്ങൾ സംസാരിച്ചു വാചാലമായി. അന്ന് രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഈ ബൈബിള് വായിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാനും അടുത്ത് പോയിരുന്നു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, കാരണം അത് ഹിന്ദി ബൈബിളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഹിന്ദിയായിരുന്നു. കാരണം ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങളെ തല്ലുന്നത് കൊണ്ട് ആ ടീച്ചറിനെ വെറുത്തു, അതുകൊണ്ട് ആ സബ്ജക്റ്റും വെറുത്തു.
തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. അതുകൊണ്ട് ഹിന്ദി ബൈബിൾ വായിക്കാനൊന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹം വായിച്ച ചില ഭാഗങ്ങളൊക്കെ എന്നെ കേൾപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ ഹക്കീമിനോടൊപ്പം പ്രാർത്ഥിച്ചു. അതിനടുത്ത ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമാണ്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അന്ന് വൈകിട്ട് എന്നെ മടക്കി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അന്ന് ഹാജരാക്കാൻ പോകുന്ന സമയത്ത് ഹക്കീം അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും ഉപവസിച്ചു. ഒന്ന്, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ യൗവനത്തിൽ. രണ്ട്, എനിക്ക് ഈ യൗവനത്തിൽ ജയിലിൽ കിടന്ന് നശിക്കണ്ട, എനിക്ക് വെളിയിൽ പോകണം. അങ്ങനെ ഈ രണ്ട് ഭാഗവുമായിട്ട് ഞാനും ഒന്ന് ഉപവസിച്ചു. ജയിലിൽ കൊണ്ടിട്ടു. ഏകദേശം ഒരു 7 മണി ആയപ്പോൾ പോലീസ് വന്ന് വീണ്ടും നോക്ക് ചെയ്തിട്ട് പറഞ്ഞു, അവേ മദ്രാസി ബാബ തുജെ ബാർ ബുലാറെ. മദ്രാസി ബാബ എന്നാ വിളിക്കുന്ന കാരണം അന്ന് എല്ലാവരുടെയും കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൈ നോക്കുകയും ഭാവി പറയുകയും ഇങ്ങനൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ജയിലിൽ കിടന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മദ്രാസി ബാബ എന്ന് തന്നെ വിളിക്കുന്നത്. കാര്യം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് വരെ അവരുടെ ഭാവിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ, മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് ഒരു പൊതി കഞ്ചാവ് എക്സ്ട്രാ കൊണ്ട് തരാൻ തുടങ്ങി ഓരോരുത്തർ. അങ്ങനെ എന്നെ പോലീസുകാരൻ വന്ന് വിളിച്ചു, ബാബ തുജെ ജയിലർ ബാഹർ ബുലാറെ. അങ്ങനെ ഞാൻ വെളിയിൽ പോയി. വെളിയിൽ ചെന്നപ്പം ബാരക്കിനകത്ത് ഭയങ്കര വിഷമം. കാരണം അന്ന് ജയിലിൽ നിന്ന് 7 മണി കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന 2 ആൾക്കാരെയാണ്. ഒന്ന് ഈ ജാമ്യം കിട്ടി അല്ലെങ്കിൽ വിടുതൽ കിട്ടിയവർക്ക്, 2 എൻകൗണ്ടർ ചെയ്യാൻ. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ബാരക്കിൽ നിന്ന് 2 പേരെ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയി പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വന്നു. കാരണം കോടതിയിൽ ഹാജരാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ചു എന്നാണ് പത്രത്തിൽ ഫോട്ടോ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെ എനിക്ക് ഉണ്ടാകാൻ പോകുന്നു. ഞാൻ ഹക്കീമിനോട് എന്ന് പറഞ്ഞു, ഹക്കീമെ, നിന്റെ ഈസ അല്ലാഹ് ഇസ്ലാമിനോട് ഞാൻ ജീവനാ ചോദിച്ചത്, പക്ഷെ എന്നിട്ട് ഈസ എനിക്ക് മരണമാണല്ലോടെ തന്നെ. ഹക്കീം പറഞ്ഞു, അഥവാ നിന്നെ വെടിവെക്കാനാണ് കൊണ്ടുപോകുന്നെന്നുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈസ അല്ലാഹ് ഇസ്ലാമിന്റെ പേരെടുത്തോണം. കാരണം ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ ജന്നത്തിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റൂ എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം, പക്ഷെ മരണത്തോട് അടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യാശയോ വിശ്വാസമോ ഒന്നും വരില്ല. കൈകാലമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ എന്നെ അങ്ങനെ മരണത്തിനായിട്ടല്ല കൊണ്ടുപോയി. അന്ന് ഏത് കുറ്റത്തിനാണോ ലക്നൗ ലാത്തൂസ് റോഡ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത്, ആ സെയിം കേസിന് ഉള്ള ആൾക്കാരെ രാജസ്ഥാൻ പോലീസിൽ ജോധ്പൂർ വെച്ച് അറസ്റ്റ് ചെയ്യും. അവരെ തെളിവെടുപ്പിനായിട്ട് ലക്നൌവിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്നെ കൊണ്ടൊരു കസേരയിൽ ഇരുത്തി ഒരു ലൈറ്റിന്റെ കീഴിൽ. എനിക്കറിയാം ആരൊക്കെയോ ചുറ്റിലുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം ഇരുട്ടാ. അങ്ങനെ ആരോ ചോദിക്കുന്നു, ഇവൻ നിന്നോടൊപ്പം ഉള്ളവരാണോ, എവിടുത്തുകാരനാ? അപ്പൊ ചിലർ പറഞ്ഞു ജാർഖണ്ഡാ, ചിലർ പറഞ്ഞു ഒറീസ, ചിലർ പറഞ്ഞു അല്ലല്ല ഛത്തീസ്ഗഡാ, ചിലർ പറഞ്ഞു ബംഗാളിയെ. കാരണം കണ്ടാൽ ഒന്നും ഒരു മലയാളി ലുക്കൊന്നും പറയാനില്ല. അങ്ങനെ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ബംഗാളിയാണ്, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു. പക്ഷെ എന്നെ ഇരുത്തുന്നതിന് മുമ്പ് തന്നെ മലയാളിയാണെന്ന് അവർ കൺഫേം ചെയ്തിരുന്നു. കാരണം എന്നെ കൊണ്ട് മലയാളത്തിൽ എന്റെ അഡ്രസ്സ് എഴുതിപ്പിക്കുകയും അവർ പറഞ്ഞ ചില വാക്കുകളൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതി. അങ്ങനെ ഒരു മലയാളിയായ ഒരു ഉദ്യോഗസ്ഥൻ അതെല്ലാം കണ്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു, യെസ് റൈറ്റ്, ഇപ്പൊ മലയാളിയാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് എന്നെ അവിടെ കൊണ്ടിരുത്തിയത്. അങ്ങനെ ലാസ്റ്റില് ഇവര് പറഞ്ഞത് ഒന്നും മാച്ച് ആകാഞ്ഞത് വന്നപ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ചെയ്തപ്പം ഇങ്ങനെ എന്നെ രാവിലെ കൊണ്ടുപോയ ആ സ്ഥലത്തെ ജഡ്ജിയും അതുപോലെ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റാരൊക്കെയോ അധികാരികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് അപ്പൊ എന്നോട് ജഡ്ജി ചോദിച്ചു, ബേട്ടാ മോനെ നീ എങ്ങനെയാ ജയിലിൽ വന്നത്, എങ്ങനെയാ? ഒന്ന് ഹിന്ദിയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സർ ഐ ഡോണ്ട് നോ സർ, ഐ സ്റ്റാൻഡ് ഫ്രണ്ട് ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ പുള്ളി പറഞ്ഞു, ബസ് നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, കഷ്ടം, ഹിന്ദി പോലും ചുവ നേരെ അറിയത്തില്ല, അവന്റെ മേലാണ് 9 കൊലക്കുറ്റം ചുമത്തിയേക്കുന്നത്. എന്തിനാ ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാര്യം തെളിവൊന്നും ഇവനുമായിട്ട് മാച്ച് ആകാഞ്ഞത് കൊണ്ട് നാളെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജയിൽ മോചിതനാകാനുള്ള ഓർഡറുമായിട്ടാണ് അന്ന് ഞാൻ ജയിലിലേക്ക് മടങ്ങിപ്പോകുന്നത്. തിരിച്ച് ബാരക്കിൽ ചെന്നപ്പോൾ വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് സന്ധ്യ കഴിഞ്ഞ ഒരാൾ പോയി തിരികെ വരുന്നത്. ഞാൻ എല്ലാവരോടും നിലവിളിച്ച് ഞാൻ പറയാൻ തുടങ്ങി, ഈസ അല്ലാഹ് ഇസ്ലാം എന്നെ വിടുവിച്ചു. ജയിലിൽ ആദ്യമായി ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ജയിലിൽ എല്ലാവരോടും പറഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ എനിക്ക് കയ്യിൽ സീലൊക്കെ അടിച്ച് അവരെന്നെ വെളിയിൽ വിട്ടു. ഞാൻ വെളിയിൽ വന്നു, നേരെ പാസ്റ്ററിന്റെ അടിയിലേക്ക് ഓടിച്ചെല്ലുന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഈ ജെറി ഡേവിഡും അതുപോലെ തന്നെ മധുസൂദൻ നായർ ഇവരൊക്കെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരികെ വന്നു അവരോട് ഞാൻ പറഞ്ഞു അപ്പം ഇവര് പാസ്റ്ററോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചണ്ഡീഗഡിൽ പോയിരിക്കുന്ന ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിരിക്കുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ തിരികെ ചെന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ജയിലിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം, സാധാരണ ഒരു ജയിൽ പുള്ളിയെ കണ്ടാൽ ലോകത്തിലുള്ളവരുടെ സഹകരണം നമുക്കറിയാം. പക്ഷെ ഞാൻ ജയിലിൽ നിന്ന് മടങ്ങി വന്നെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മാമ്മയും പാസ്റ്ററും കൂടെ, പാസ്റ്ററാണ് എന്നെ ആദ്യം കെട്ടിപ്പിടിച്ചത്. അപ്പൊ ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് അമ്മാമ്മയും കൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റർ വലിയ നീളമുള്ളൊരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഉള്ള കണ്ണുനീര് എന്റെ തോളിൽ വീണപ്പോ എനിക്ക് മനസ്സിലായി ഇതുപോലൊരു സ്നേഹം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും തള്ളിക്കളയുന്ന വെറുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചേർത്ത് നിർത്തിയ ആ ദേവദാസന്റെ ആ സ്നേഹത്തെ ഓർത്ത് പറഞ്ഞു, ബിനു ഇത് ഞങ്ങളുടെ അല്ല, കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന ഇതാണ്. അങ്ങനെ പതിവായി മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. മീറ്റിങ്ങിന് ചില ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരുപാടും കണ്ടിട്ടില്ലാത്ത ഒരു റെനിയമ്മാമ മീറ്റിങ്ങില് ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒരു 5 മിനിറ്റ് കൊണ്ട് അമ്മമ്മ എന്നോട് പറയാൻ ഇടയായി. പറഞ്ഞിട്ട് പറഞ്ഞു, ബിനു നിന്നെ കർത്താവിന്റെ ഒരു രക്തസാക്ഷിയായി മാറാനായിട്ട് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജോലിയുള്ള ബന്ധത്തെക്കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. കർത്താവിന് വേണ്ടി നീ ഒരു രക്തസാക്ഷിയാകാനായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് വളരെയേറെ ഇത് തോന്നി. കാരണം വീട്ടിലെ സ്ഥിതി അതുപോലെയാണ്, സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ മണി ഓർഡർ ഫോം അടുത്ത മാസത്തേക്ക് ഈ മാസം എഴുതി ഡേറ്റ് ഇട്ട് ഞാൻ വെക്കും. പക്ഷെ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ദൈവം എനിക്ക് എന്തെങ്കിലും വഴിയൊരുക്കും. അങ്ങനെ എൻ്റെ വിശ്വാസ ജീവിതം അവിടെ നിന്ന് ഞാൻ ആരംഭിച്ചു. പക്ഷെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനോ, കാരണം എൻ്റെ പാസ്റ്ററിന്റെ ജീവിതം കണ്ടിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. കാരണം അടുത്ത മാസത്തെ വാടകയ്ക്കും കുഞ്ഞുങ്ങളുടെ ഫീസിനും വേണ്ടി ഈ മാസമേ ഇരുന്ന് നിലവിളിക്കുന്ന അമ്മാമ്മയെ പാസ്റ്ററെ ഞാൻ കാണും. ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു പാസ്റ്റർ ആവാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ദൈവത്തിന്റെ ആ ഒരു വിളിയും ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വലിയ ആ ഒരു ഇതും എൻ്റെ മേൽ വീണപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും ബൈബിൾ കോളേജിൽ പഠിക്കുക. അങ്ങനെയാണ് ബൈബിൾ കോളേജിൽ ഡ്രൈവറുടെ വേക്കൻസി വന്നു. അവിടെ ചെന്നു. ഞാൻ ഡ്രൈവറായി ജോയിൻ ചെയ്തു. 3-4 ദിവസം ജോയിൻ ചെയ്ത് വണ്ടി ഓടിച്ചു. അവർക്ക് ഇഷ്ടമായി. വളരെ സന്തോഷത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഡേയ് നിന്റെ സാക്ഷ്യം ഒന്ന് പറ, ഞാനും കൊല്ലംകാരനാണ്. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, പലയിടത്ത് സാക്ഷ്യം പറഞ്ഞത്. കാരണം വലിയ ക്രിസ്തീയ സംഘടനകളിലൊക്കെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്റെ സാക്ഷ്യമാണ്. കാരണം സാക്ഷ്യം പറയുമ്പോൾ അവർ പറയും ഇവൻ ഇനിയും കത്തിയോ തോക്കോ എടുക്കില്ല എന്നും പ്രതീക്ഷയൊന്നുമില്ല, ഇനി 2 മാസം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇവനൊക്കെ ഇനി എന്താ, കാരണം മുഴുത്ത മാനസാന്തരം 3 മാസം എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. അതുകൊണ്ട് ഇവനെ പോലുള്ളവന്മാരെ ഒന്നും നമ്മുടെ സംഘടനയിൽ വേണ്ട. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവർ റിജക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ റിജക്ഷനും കർത്താവ് നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുകയേ ഉള്ളൂ. അപ്പൊ ഞാനതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ബൈബിൾ കോളേജിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ട് 3 ദിവസം ജോലി ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ സാക്ഷ്യം പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം, എടേ ഞാനും കൊല്ലംകാരനാ, നീ പറ, ധൈര്യത്തെ പറയാം. അങ്ങനെ ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വണ്ടിയുടെ താക്കോൽ എവിടെ? ഞാൻ പറഞ്ഞു ഇതേ ഉണ്ട്, മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു, നിനക്ക് പോകാം. കാരണം ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നിന്നെ ഞാനൊരു ഡ്രൈവറായിട്ട് ഇവിടെ വെച്ചാൽ ദൈവരാജ്യത്തിനെതിരായി ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും. അതുകൊണ്ട് സോറി ബിനു, ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ എനിക്ക് നിന്നെ വേണ്ട, പക്ഷെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നാളെ മുതൽ വാ. അപ്പൊ എനിക്ക് ഒരുപാട് നീളമുള്ള മുടിയായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ഈ മുടി നീട്ടി വളർത്തിയേക്കുന്നതും ഈ ജീൻസ് ഇട്ട് ഈ ബൈബിൾ കോളേജിൽ വന്നതിന്റെയൊക്കെ പിന്നില് എനിക്ക് വേറെ തുണിയില്ല, 2 തുണിയും. ഈ മുടി വെട്ടാൻ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട്. കാരണം അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കൈ നീട്ടുകയില്ല. ഞാൻ പറഞ്ഞു ഈ മുടി വെട്ടിക്കാൻ എൻ്റെ കാശില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാൻ ഈ മുടി നീട്ടി വളർത്തിയേക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബിനു 5 പൈസ ഞാനും തരില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇറങ്ങ. നീ ദൈവരാജ്യത്തെ പണിയാൻ ഇറങ്ങിയാൽ നിന്റെ കുടുംബത്തെ ദൈവം പണിഞ്ഞു. അങ്ങനെ അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മോട്ടിവേഷൻ അല്ല, ദൈവാത്മാവിനാലുള്ള ആ ഒരു പ്രേരണ എന്നെ വളരെ ശക്തമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2-3 ദിവസം വരെയൊക്കെ ഞാൻ മസിൽ പിടിച്ച് നിന്നു. ഇല്ലില്ല, ദൈവവേല വേണ്ട. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ വളരെ ശക്തമായ ഇടപെടൽ മുഖാന്തരം 3-ാം ദിവസം മുതൽ ഞാൻ അവിടെ സ്റ്റുഡൻ്റായി ഡ്രൈവറായി നിന്നുകൊണ്ട് ജോലി ചെയ്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, ബൈബിൾ കോളേജിൽ നിന്ന് വെളിയിൽ വന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച പാസ്റ്റർ മാത്യു സോളമൻ അവർ, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുടെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. പാസ്റ്റർ കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഫേബയുടെ പിതാവിന്റെ. അങ്ങനെ ഞാൻ നാട്ടിലെത്തി, കരുണാകരൻ പാസ്റ്ററിന്റെ മോളെ വിവാഹം കഴിച്ചു. വീണ്ടും മടങ്ങി ഉത്തർപ്രദേശിൽ വന്നു. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അന്ന് സൂപ്രണ്ടായിരുന്ന ദേവദാസനോട് എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം നമുക്ക് STD കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ലക്നൌവിലോട്ടൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 5-6 രൂപയെങ്കിലും വേണം. അങ്ങനെ 5-6 രൂപ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ കൊണ്ട് പാസ്റ്ററെ കോൾ ചെയ്യാൻ പറ്റിയില്ല. കോൾ ചെയ്തപ്പോൾ അമ്മാമ്മ ഉണ്ടായിരുന്നു, പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വളരെ വിഷമമായിപ്പോ, ഒരു മോനെ പോലെ നോക്കിയിട്ടും അവൻ എന്നോട് പറഞ്ഞില്ല എന്നുള്ള വേദനയാല്
അദ്ദേഹം എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നുള്ള നിലയിലാണ് എന്നെ ആസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എന്നെ അയക്കുന്നത്. ഇവന് പറ്റിയ സ്ഥലം അതാ. കാരണം ഇന്ത്യയുടെ പാകിസ്ഥാൻ എന്നാണ് ഈ ആസംഗഡിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രൈമും ക്രിമിനൽസും ഉള്ള ഈ സിറ്റിയിൽ, ഇന്ത്യയിൽ എവിടെ ഒരു ക്രൈം നടന്നാലും ആദ്യം അറസ്റ്റിലാകുന്നത് ആസംഗഡുകാരായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പട്ടണത്തിലെത്തി ആദ്യത്തെ ഒരു വർഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുമായിട്ടാണ് ഒരു വർഷം കഴിഞ്ഞ് ആരാധന ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ 2025 എത്തുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്നതിന്റെ കാരണം ഞാൻ ആരാണ് എന്നുള്ളതല്ല, എന്നിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആർക്കും വേണ്ടാത്ത, എല്ലാവരും വെറുക്കപ്പെട്ട ഡൽഹിയിലെ ഓരോ തെരുവുകളിൽ മദ്യപിച്ച് നായ്ക്കൾക്ക് പോലും വേണ്ടാത്ത രീതിയിൽ കിടന്നിരുന്ന ആ ഒരു ജീവിതം ദൈവം തെരഞ്ഞെടുത്ത് ദൈവപാതയിലോട്ട് സഞ്ചരിക്കാൻ ഞാൻ ആരംഭിച്ചപ്പോൾ എന്നെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു. ഒരു വർഷത്തേക്കൊന്നുമില്ല. എന്നാൽ ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആദ്യം സ്നാനം നടക്കുമ്പോൾ, അന്ന് ഇവിടെ പ്രസ്ബിറ്ററായിരുന്ന പാസ്റ്റർ CP രാജു, അദ്ദേഹത്തിന്റെ അനുജൻ നമ്മളോടൊപ്പം ഉണ്ട്, മിസ്റ്റർ സണ്ണി അവർകൾ, അദ്ദേഹമാണ് ആദ്യം അന്ന് 56 പേരെ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഒരു ആദ്യ ശുശ്രൂഷയോടുകൂടെ ഇതുവരെ ഏകദേശം 7000-ലധികം ജനങ്ങളെ സ്നാനപ്പെടുത്തുവാനും അതിലുപരി 135-ലധികം ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാനും ഒരു ശ്രേഷ്ഠമായ ഒരു സംഘടനയുടെ ഒരു പ്രസ്ബിറ്റർ എന്നുള്ള നിലയിൽ ഇവിടെ കുറെ നാൾ ഇത്രയും 2025 ആദ്യ സമയം വരെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിന് ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ഇതിന്റെ ഇടയിൽ പലവിധമാകുന്ന പ്രശ്നങ്ങൾ, 7 തവണ പേഴ്സിക്യൂഷന് എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. മർദ്ദനമേക്കും, നാട്ടിൽ പോകും, തിരുമിക്കും, വീണ്ടും മടങ്ങി വരും. ഏത് ഗ്രാമത്തിലെ ജനങ്ങൾ തല്ലിയോ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഈ കരങ്ങള് ഒക്കെ തല്ലി ഒടിഞ്ഞു പറഞ്ഞു പോയ കൈകളാണ്. എങ്കിലും ആക്സിഡന്റിനാലും മർദ്ദനത്താലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് സിമ്പതിക്കായിട്ടല്ല, എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ ദൈവം എത്ര ശക്തനാണ് എന്ന് പറയുവാനായിട്ടാണ്. ഏത് ഗ്രാമത്തിലിട്ട് എവിടെയിട്ട് ജനങ്ങളെ തല്ലിയോ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗം ശക്തി തന്നിട്ടുണ്ട്. അന്ന് ആദ്യ സമയത്ത് ഈ പേഴ്സിക്യൂഷൻ ഉണ്ടാകുമ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മീഡിയാസ് ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. എന്നെ ആർക്കും അറിയില്ല. കാരണം ലക്നൌവിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ഇന്റീരിയലാണ് ഈ ആസംഗഡ്. ഒറ്റ മലയാളികൾ ഇല്ലാത്ത സ്ഥലം, മലയാളികൾ കടന്നു വരാൻ പോലും ആഗ്രഹിക്കാത്ത സ്ഥലം. ഇന്നും ഞാൻ അല്ലാതെ വേറൊരു മലയാളി ഈ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിൽ ഇല്ല. അഥവാ ഉണ്ടെങ്കിലും ചില ഇവിടെ ഹിന്ദിക്കാരെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ചില മലയാളികളുണ്ട്. അവർക്ക് ദൈവരാജ്യമായിട്ടോ ദൈവമക്കളായിട്ടോ ആരുമായിട്ടും ബന്ധമില്ലാത്ത. എന്നാൽ ഈ പട്ടണത്തിൽ കടന്നു വന്ന് ഇതുപോലെ ഇത്രയും നാൾ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജയിലിൽ കടന്നുപോയി. 2023 ജയിലിൽ കടന്നു പോകുന്നത്. ആ ജയിൽ കടന്നു പോകുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ ആദ്യം പേഴ്സിക്യൂഷൻ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം ജയിലിലാകുന്നത് ഒരു മലയാളി പ്രസ്ബിറ്റർ അടക്കം 9 പേരെയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം അന്ന് ഞാൻ ജയിലിലോട്ട് അയക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന IPS ഓഫീസർ പറഞ്ഞ, മദ്രാസി 1 സാൽ കെ ലിയെ തുജെ മേ ബാഹർ ആനേ നഹീ ദൂംഗാ, ഒരു വർഷത്തേക്ക് തന്നെ ഞാൻ വെളി വരാൻ അനുവദിക്കത്തില്ല എന്നും പറഞ്ഞാണ് അദ്ദേഹം എന്നെ കയറ്റിവിടുന്നത്. അതായത് മതപരിവർത്തന മാഫിയ ലീഡർ എന്നായിരുന്നു ഇവിടെയുള്ള ലോക്കൽ ചാനലും ലോക്കൽ ന്യൂസ് പേപ്പറിലൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞത്. അതായത് മതപരിവർത്തന മാഫിയ ലീഡർ പോലീസ് ഹിരാസത് മേ ഹെ എന്ന് അങ്ങനെയൊക്കെയുള്ള ന്യൂസ് ഒക്കെ ആയിരുന്നു എന്നെ കുറിച്ച് എഴുതിയിരുന്നത്. അപ്പോ അങ്ങനെ ഒരു വർഷത്തേക്ക് ഇവരെന്നെ അകത്ത് കയറ്റി വിട്ടതാണ്. വക്കീലും വന്നിട്ട് പറഞ്ഞു, ബിനു നിനക്ക് ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിക്കും എന്നോടൊപ്പം കാര്യം വേറെ ഒന്നും ചെയ്തില്ല. ഒരു വിവാഹത്തിൽ പങ്കെടുത്തു. ഒരു പ്രസ്ബിറ്റർ എന്നുള്ള നിലയിൽ ആ വിവാഹത്തെ അനുഗ്രഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വമായിട്ട് മാത്രം കടന്നുപോയതാണ്. പക്ഷെ അവിടെയാണ് പോലീസ് കടന്നു വന്ന് ഞങ്ങളെ മതപരിവർത്തനം നടത്തിയെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങളെ ഈ ഹിമാചല്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, പിന്നെ നേപ്പാള്, ഇവിടെ എല്ലാം മിഷൻ ട്രിപ്പുമായിട്ട് പോകാറുണ്ട്. ചിലപ്പോൾ 15 ദിവസം 20 ദിവസത്തെ ആയിരിക്കും. ഈ 20 ദിവസത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ഭക്ഷണം കാണില്ല, സമയത്ത് വെള്ളം കിട്ടിയെന്ന് വരില്ല. അവര് പറയും ഈ 2 വയൽ കഴിഞ്ഞാൽ അപ്പുറമാണ് അടുത്ത ആരാധന. ആ 2 വയലെന്ന് പറയുന്നത് 2 മലയാണ്. അപ്പോ ഇതുപോലെ പോകുന്ന സമയത്ത് പലപ്പോഴും റൊട്ടിയൊക്കെ പൊതിഞ്ഞു കെട്ടി പോയി ഞങ്ങൾ മലയിൽ ഇരുന്നൊക്കെ കഴിച്ചു കുടിച്ചൊക്കെ പോകുന്നു. വളരെ സന്തോഷകരമായിട്ട്, പരാതിയില്ല. അപ്പോ ഈ ജയിലിൽ പോയതും ഞാൻ പറയട്ടെ, ഒരു മിഷൻ ട്രിപ്പ് ആയിട്ടാണ് ദൈവം ഞങ്ങളെ അയച്ചത്. ഒരിക്കൽ അവരെ ശിക്ഷിക്കാനായിട്ട് അയച്ചത്. പക്ഷെ ദൈവം ഞങ്ങളെ രക്ഷയുടെ സന്ദേശം കരങ്ങളിൽ ഏറ്റിക്കൊണ്ടാണ് ഞങ്ങളെ ജയിലിലോട്ട് അയച്ചത്. ഈ
ഒരു മാസം പോലും അകത്ത് കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. ഈ 29 ദിവസം അകത്ത് കിടന്നെങ്കിലും ഈ 29 ദിവസം കൊണ്ട് ഏകദേശം 40 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയെ ജയിലിനകത്ത് വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ദൈവം ഞങ്ങളെ അയച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തി ഞങ്ങൾ വെളിയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ രീതിയിൽ വലിയ ശുശ്രൂഷ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം ജയിലിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ദൈവാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, വെളിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ചർച്ച് പൂട്ടപ്പെട്ടു, ചർച്ചിലെ ജനങ്ങളെല്ലാം പല ഭാഗങ്ങളിലോട്ടായി. കൂടി വരുന്നത് വലിയ അധികം ആൾക്കാരില്ല, ഏകദേശം ഒരു 700-800 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ പലരും ഏകദേശം ഒരു 10% 15% ആൾക്കാർ മാത്രം എന്നോടൊപ്പം, ബാക്കി എല്ലാവരും വേറെ മാറി. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യാന്നറിയില്ല. വീണ്ടും പോലീസ് റീ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഓടേണ്ടതായിട്ട് വന്നു. ഇവിടുന്ന് ഓടി കുറേ ദിവസം നേപ്പാള്, പിന്നെ ബീഹാർ, അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ചെന്ന് ഉപവാസ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുന്ന സമയത്താണ് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നുണ്ട് ഒരു കാര്യം: എന്റെ മാംസം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവനിൽ ജീവനില്ല. അപ്പൊ എനിക്ക് തോന്നി, ഈ ചർച്ച് ഡ്രൈ ആകുന്ന അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ കാരണം തിരുവത്താഴ ശുശ്രൂഷ ഇല്ലാത്തത്. ഞാൻ അവിടെ നിന്ന് ചർച്ച് ലീഡേഴ്സുമായിട്ടെല്ലാം സംസാരിച്ചു. ഏകദേശം 29 ലീഡേഴ്സ് ഉണ്ട്. സംസാരിച്ചിട്ട് പറഞ്ഞു, തിരുവത്താഴം നമുക്ക് ആരംഭിക്കണം, നമുക്ക് ഒരുമിച്ച് കൂടാൻ വഴിയില്ല, എങ്ങനെ ചെയ്യാം? അങ്ങനെ ഒരുപാട് സംസാരിച്ചോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓരോ ഗ്രാമത്തിൽ, എല്ലാ ഗ്രാമത്തിലും എനിക്ക് കടങ്ങി നീ എല്ലാം പറ്റുകയില്ല. അപ്പൊ എനിക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തെ ആൾക്കാരോട് പറയും, നിങ്ങളൊരു ട്രാക്ടറിലോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചോ വെളിയിലോട്ട് പോവാം, ഞങ്ങൾ ബൈക്കുമായിട്ട് അവിടെ വരാം. ചില ഗ്രാമങ്ങളിൽ അവരുടെ ചില വീടുകളിൽ ഇരുന്ന്, ചിലപ്പോൾ രാത്രിയിലായിരിക്കാം, ചിലപ്പോൾ പകലായിരിക്കാം, ചിലപ്പോൾ അവർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വയലിൽ ചെല്ലും. വയലിൽ ചെന്ന് വെള്ള തുണി വിരിച്ച് ട്രേയും ഗ്ലാസും തിരുവത്താഴ ആവശ്യ സാധനങ്ങളെല്ലാമായിട്ട് ചെല്ലും. അവിടെ മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട്, കാരണം ഈ ഗോതമ്പിന്റെയും അല്ലെങ്കിൽ കടുകിന്റെയും ഒക്കെ വയലിന്റെ നടുക്ക് പോയി ഇരുന്നാൽ വെളിയിൽ നിന്ന് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരു പ്രേരണ തന്നു. അങ്ങനെ ഓട്ടോയിലിരുന്നും ട്രാക്ടറിലിരുന്നും ഈ തോട്ടത്തിലിരുന്നും ഈ തിരുവത്താഴ ശുശ്രൂഷ വീണ്ടും ആരംഭിച്ചപ്പോൾ മരിച്ചു കിടന്ന സഭയിൽ പുതിയൊരു ജീവൻ ദൈവം പകരാൻ തുടങ്ങി. അങ്ങനെ ഈ 3 വർഷമായി ചർച്ച് 2023 ക്ലോസ് ചെയ്തു, 24 ഇപ്പൊ 25. ഈ 3 വർഷം കൊണ്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ചർച്ചിന് ജീവൻ പ്രാപിച്ചത് കാരണം ഏകദേശം 400-ലധികം ജനങ്ങളാണ് ഈ 3 വർഷം കൊണ്ട് സ്നാനപ്പെട്ട് ഏകദേശം ഇപ്പോൾ 136 ഹൗസ് ചർച്ചസ് ഉണ്ട്. ഈ 136 സ്ഥലത്തും തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. ഇന്നും പോകണം, ഇന്ന് 5 സ്ഥലത്തുണ്ട് ഇന്ന് ശുശ്രൂഷ. ഓടുക, കാരണം കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ്. ഈ ആഴ്ച മുഴുവൻ ഓടണം, അടുത്ത ആഴ്ചയും കൂടെ ഓടണം. 3 ആഴ്ച വേണം ഈ 136 സ്ഥലത്ത് ഓടിയെത്തി തിരുവത്താഴ ശുശ്രൂഷ നിറവേറ്റാൻ. കാരണം മാസത്തിൽ ഒരിക്കൽ മാത്രമേ എനിക്ക്, എല്ലായിടത്തും എത്തത്തില്ല, 2 മാസമെങ്കിലും എടുക്കും എനിക്ക് എല്ലായിടും ഓടിയെത്തണം. ഈ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് ബലം തരുന്നു, കൃപ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എന്നെ പോലെ, കാരണം അജ്ഞാനിയായ, ഒന്നിനും ഒരു കഴിവില്ലാതെ, എല്ലാവരും വെറുക്കപ്പെട്ട, കാരണം ഡൽഹിയിൽ ഉണ്ടായിരുന്ന മാമന്റെ അടുത്ത് ഞാൻ പിന്നെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു, നിന്നെ പോലുള്ള കൊഴുത്ത നായ്ക്കളെ വീട്ടിൽ കയറ്റുന്നത് പോലും അപമാനമാണ് എന്ന് മുദ്ര കുത്തിയ ഒരു വ്യക്തിയാണ്. എന്നെ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ മുമ്പാകെ എത്ര ശ്രേഷ്ഠനാണ്, എത്ര ശക്തമായിട്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അതിലുപരിയായി എന്നിൽ കൂടെ ദൈവം ചെയ്ത വലിയ കൃപ. ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെറിയ പ്രവർത്തകരല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരികളാണ്. ഒരു അതോറിറ്റി ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഈ പട്ടണത്തെ പണിയാനുള്ള ഒരു അതോറിറ്റിയാണ് ദൈവം തന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും റീ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോൾ എനിക്ക്, കാരണം ഇവിടെ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, ഞാൻ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ്, ദൈവം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ മാറിക്കോണം, കാരണം നേരം വെളുത്താൽ പോലീസ് വരും, കാരണം സ്പെഷ്യൽ ഓർഡർ ഉണ്ട് 3 പേരെ അറസ്റ്റ് ചെയ്യാനായിട്ട്, അതിലൊരാൾ നീയാണ്. കാരണം ഉത്തർപ്രദേശില് 50 പാസ്റ്റേഴ്സിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പേരുണ്ട്, അതിലൊരാൾ ഞാനാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3 പേരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്, നാളെ വെളുക്കുമ്പോൾ 3 മണി കഴിഞ്ഞ് നിന്റെ അടുത്ത് പോലീസ് വരും. ദേവനെ വിളിക്കുന്ന ശേഷം ഒരു 12 മണി ആയപ്പോഴാണ് പറഞ്ഞു, ഓർഡർ വന്നിട്ടുണ്ട്, എങ്ങനെ പോകണം, എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാര്യം ബസ്സോ ട്രെയിനോ ഒന്നും
പിടിക്കാൻ ഒരു സാധ്യതയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തോ, സിം മാറ്റിക്കോ, സിം അഥവാ വീട്ടിലിട്ടിട്ട് പോകുന്നേ പൊക്കോ, അല്ലെ മൊബൈൽ മാറ്റി പോകുന്നേ പൊക്കോ, എങ്ങനെയാണെങ്കിലും സ്വിച്ച് ഓഫ് ആയിരിക്കണം. UP ബോർഡർ കഴിഞ്ഞിട്ടേ മൊബൈൽ ഓൺ ആവും. ശരി സാറേ ചെയ്യാം. ഓടാൻ ഒരു വഴിയില്ല. നേരെ ബൈക്കും എടുത്തുകൊണ്ട് ഓടി. ആ ഓട്ടം കേരളത്തിൽ വരെ. അന്നെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ബൈക്കിൽ സഞ്ചരിച്ചൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. ദൈവം അതിനോരോ വഴികൾ ഒരുക്കി തരും. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് നാട്ടിലെ SI എന്നോടൊപ്പം പഠിച്ച സുഹൃത്തായിരുന്നു. എന്നോട് പറഞ്ഞു, ബിനു, UP നിന്നൊരു എൻക്വയറി വന്നിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് റിപ്പോർട്ട് എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ചെയ്ത് നീ തൽക്കാലം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ എങ്ങനെ മാറണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന ഒരു പാസ്റ്റർ ദാസ് അവർ എന്നോട് പറഞ്ഞു, ബിനു, നീ ഒരു കാര്യം ചെയ്തു, കുറച്ച് ദിവസത്തേക്ക് സൗദി അറേബ്യക്ക് പോകും. അങ്ങനെയാണ് അദ്ദേഹം ഒരു വർഷത്തെ വിസയൊക്കെ ഒപ്പിച്ച് സൗദിക്ക് കയറ്റി വിട്ടു. എന്നാൽ ആദ്യം ഒരു മാസം പോയി നിന്ന് കഴിഞ്ഞപ്പോൾ മോൻ സീരിയസ് ആയി മടങ്ങി വന്നു, ഓപ്പറേഷൻ. അങ്ങനെ വീണ്ടും മടങ്ങിപ്പോയി. ഒരു മാസം 1.5 മാസത്തോളം നിന്നപ്പോഴത്തേക്ക് വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുള്ള വലിയ റിപ്പോർട്ട്. അങ്ങനെ വീണ്ടും മടങ്ങി വന്നു. ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ ദൈവം വളരെ അത്ഭുതകരമായി ഭാര്യയെ വിടുവിച്ചു. ഇന്ന് വളരെ ആരോഗ്യത്തോടെ വൈഫായിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മടങ്ങി പോകുന്നതിന് മുമ്പാണ് എനിക്കൊരു സീരിയസ് ആക്സിഡന്റ് ഉണ്ടായി. തലയിൽ ബ്ലഡ് ക്ലോട്ടായി, റിബ്സ് ഒക്കെ പൊട്ടി, ആശുപത്രി കിടക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വർഷം 3 തവണ പ്രതിസന്ധി അനുഭവിച്ചു. ഈ അനുഭവിച്ച് ഞാൻ മൂക്കിൽ പൈപ്പൊക്കെ ഇട്ട് ആശുപത്രി കിടക്കുന്ന സമയത്താണ് ഞാൻ ശുശ്രൂഷിച്ചിരിക്കുന്ന ആ സംഘടനയിൽ നിന്ന് ഫോൺ വരുന്നു, നിന്റെ ഫെലോഷിപ്പ് കാർഡിന്റെ പൈസ അയച്ചിട്ടില്ല, ആ പൈസ അയച്ചെങ്കിലേ നിനക്ക് ഫെലോഷിപ്പ് കാർഡ് തരാൻ കഴിയൂ. നമ്മൾ സാറേ ഈ ഫെലോഷിപ്പിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉപകാരമായി. കാശ് കൊടുത്ത് കാർഡ് മേടിച്ച് പോക്കറ്റ് ഇടുന്നതാണോ? എൻ്റെ മോൻ ഓപ്പറേഷനായി, വൈഫ് ഓപ്പറേഷനായിരുന്നു, എനിക്ക് ആക്സിഡന്റ് പറ്റി ഞാൻ കിടക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ട് കഴിഞ്ഞില്ല. സോറി, അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ സംഘടന വേണ്ട എന്നുള്ള കാരണം പകുതി ബോധമില്ലാതെയാണ് ഞാൻ ചെയ്തത്. ബോധമില്ല എനിക്ക്. കാര്യം ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഞാനിങ്ങനെ ആശുപത്രി തലയെല്ലാം ബ്ലഡ് ക്ലോട്ടായി പിച്ചും പേയും പറയുന്ന സമയത്ത് അങ്ങനെ അവിടെ വെച്ച്, കാരണം ആ സംഘടന ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം എന്നുള്ള, കാരണം ഈ പ്രസ്ബിറ്റർ എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റി ആരിലും ആശ്രയിക്കണ്ട എന്ന് പ്രതീക്ഷിച്ച് കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയട്ടെ, ഈ 23 വർഷവും ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ 23 വർഷത്തിനിടയിൽ ഏകദേശം 16ഓളം വീട്, വാടക വീട് ഞാൻ മാറി. ഒരു വീടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആരാധനാലയത്തിന് വേണ്ടി. കാര്യം ഇത്രത്തോളം ആൾക്കാരുണ്ട്, ഇവരെയും കൊണ്ട് ഞാൻ എവിടെ പോകും? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇപ്പോഴിരിക്കുന്ന ആരെങ്കിലും നേരത്തെ ഇരിക്കുന്നതാണെങ്കിലും ആരും, ഒരു നേതാക്കന്മാരും, കാരണം എൻ്റെ പേര് ബിനു രഘുനാഥൻ എന്നായിപ്പോയി. കാരണം കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വേദന വന്നത് കാരണം ഞാൻ അവിടെ നിന്ന് പതുക്കെ മാറിയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. അങ്ങ് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യാം. കാരണം അങ്ങയിൽ നോക്കിയാണ് ഞാൻ ഇറങ്ങിയത്. ആരുടെയും മുമ്പാകെ ഞാൻ ഇതുവരെ കൈ നീട്ടിയിട്ടില്ല, ഇനി നീട്ടാൻ ആഗ്രഹിക്കുന്നതുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് സഭയിലെ ചിലർ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എത്ര നാൾ നമ്മളിങ്ങനെ നിൽക്കും? നീ എത്ര നാൾ വീടില്ല നടക്കും? നിനക്കൊരു വീട് നമുക്കുണ്ടാക്കാം. അങ്ങനെ 2.5 സെന്റ് വസ്തു വാങ്ങി അതിനകത്ത് ഒരു വീട് പണിയാമെന്നുള്ള പ്രതീക്ഷയുമായി ആരംഭിച്ചു. എന്നാൽ ആ സ്ഥലത്ത് വീടല്ല, ആദ്യം തന്നെ താഴെ വലിയൊരു ഹോള് പണിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇപ്പോൾ അതിന്റെ മുകളില്, കാരണം ഞാൻ പാസ്റ്റർ മാത്യു ഉമ്മൻ അവരുകളുമായി ബന്ധപ്പെടാൻ തന്നെയുള്ള കാര്യം, കാരണം അദ്ദേഹം ഒരു പ്രയർ വാരിയറാണ് എന്ന് കേട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, പാസ്റ്റർ, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്, തീർച്ചയായും ഞങ്ങളൊപ്പം നീ സഹകരിച്ചാൽ ഞാൻ തീർച്ചയായും നിനക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം, അല്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കടന്നു വരാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് താഴത്തെ ഹോള് പൂർണ്ണമായും പണി തീർക്കുവാനും, രണ്ടാമത് ഇപ്പൊ മുകളിലോട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് എനിക്ക് ആ വസ്തു തന്ന്, അതൊരു ക്ഷത്രിയനാണ്, അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു,
ഇവനിവിടെ പള്ളി പണിയാണ്, ഞങ്ങളുടെ ബുൾഡോസർ കൊണ്ടുപോയി ഇന്ന് തന്നെ അത് ഇടിച്ചിടുക കളയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫോൺ വിളിച്ചു. അപ്പം ഹൗസ് ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാൻഡ് ലോഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറേ, അതിപ്പോ തൽക്കാലം പള്ളിയൊന്നും അല്ല, ഞാനൊരു സ്കൂള് പണിയുമാണ്. കാരണം അവരുകൊണ്ട് ബുൾഡോസർ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. അങ്ങനെ ഇപ്പൊ തൽക്കാലം അതങ്ങനെ ആ ഒരു രീതിയിൽ ഒരു സ്കൂള് പണിഞ്ഞ് അവിടെ തൽക്കാലം ആ ഒരു രീതിയിൽ, കാരണം വാടക വീട് പോയി താമസിക്കുന്ന സ്ഥലത്തും വളരെ വേഗത്തിൽ തന്നെ മാറിയേ കഴിയുള്ളൂ. അപ്പൊ ആ കാലാവധിക്ക് മുമ്പ് തന്നെ മാറി ആ ഒരു ഭവനത്തിലോട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ നിലയുടെ പില്ലർ ഇപ്പോൾ വാർത്തുകൊണ്ടിരിക്കുന്നു, ചെറിയ സൈഡ് കട്ടയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത മാസം വീണ്ടും, ഈ മാസം തൽക്കാലം സ്നാനം മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത മാസം വീണ്ടും ഏകദേശം 25ഓളം പേര് സ്നാനപ്പെടുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ മാസം നടത്തേണ്ടതാണ്, പക്ഷെ ഞാൻ നടത്തുന്നില്ല. കാരണം ചില ഇൻഫർമേഷൻ ചിലർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചന കിട്ടിയത് കൊണ്ട് ഈ വർഷം അത് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അടുത്ത മാസം പുതുതായ സ്നാന ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭവനത്തിന്റെ പണി പൂർണ്ണമാകേണ്ടതായിട്ടുണ്ട്. അതിലുപരിയായി ഈ പട്ടണത്തെ പണിയുവാൻ, കാരണം ഒരു ക്രിമിനൽ സിറ്റി എന്ന് വിശേഷിപ്പിച്ച ഈ പട്ടണത്തെ ഇന്ന് മതപരിവർത്തന മാഫിയകളുടെ സിറ്റികളായിട്ടാണ് ഇന്ന് ന്യൂസ് പേപ്പറും ഇവിടുത്തെ ലോക്കൽ ചാനലുകളും എല്ലാം വിശേഷിപ്പിക്കുന്നത്. അലഹബാദ് ഹൈക്കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓർഡർ കിട്ടിയിരിക്കുന്ന ഒരേ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ആസംഗഡ്. കാരണം ഹൈക്കോർട്ട് പെർമിഷൻ ഇല്ലാതെ ആർക്കും ആരാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ. കാരണം അത്രമാത്രം ഈ പട്ടണത്തെ ദൈവം മാനിച്ചു. ഒരു ക്രിമിനൽ സിറ്റി ആയിരുന്ന ഈ പട്ടണത്തെ ഈ ദിവസങ്ങളിൽ ഒരു ക്രിസ്തീയ പട്ടണമാക്കി ദൈവം മാറ്റുന്നതിനായി സ്തുതി. കാരണം കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞ ഈ ഒരു കാര്യം, സമയം അതിക്രമിച്ചോ പാസ്റ്റർജി? പാസ്റ്റർ ഒരു couple of minutes you can take, 2-3 മിനിറ്റ് എടുത്ത് കുഴപ്പമില്ല പാസ്റ്റർ. താങ്ക് യു. ഈ കാരണം ഞാൻ ആദ്യമായി പട്ടണത്തിൽ വന്ന് പട്ടണം ചുറ്റി ഞാൻ ഒരു മനുഷ്യന് പോലും ഞാൻ ട്രാക്ട് കൊടുത്തിട്ടില്ല. ഈ പട്ടണം ഞാൻ ചെയ്തിരിക്കുന്നത്, ഈ പട്ടണത്തിൽ വന്ന് ആദ്യമേ ചെയ്യുന്ന പട്ടണം ചുറ്റി പ്രാർത്ഥിക്കാതെ. കാരണം ഈ പട്ടണം പണിയാനായിട്ടാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടണത്തെ പണിയണം. ഞാൻ ബൈബിളിൽ അന്വേഷിച്ചു പട്ടണത്തെ പണിഞ്ഞവർ ആരൊക്കെയാണ്. ജോഷുവെ കുറിച്ച്, നെഹമ്യാവിനെ കുറിച്ച്, അതുപോലെ തന്നെ പട്ടണം പണിഞ്ഞ 100 കണക്കിന് അഭിഷിക്തന്മാരെ കുറിച്ച് ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലായത് പട്ടണം ചുറ്റിയുള്ള പ്രാർത്ഥന പട്ടണത്തെ പണിയുവാൻ നമ്മെ പഠിപ്പിക്കുമെന്ന്. ഞാൻ ആദ്യം തന്നെ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സൈക്കിളിൽ ചുറ്റി പട്ടണം ചുറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന സത്യത്തിൽ പട്ടണത്തെ പണിയുകയായിരുന്നു. ഏകദേശം 3 എക്സ്പ്രസ് ഹൈവേ ഉൾപ്പെടെയുള്ള വലിയ ഹൈവേകൾ. കാരണം ഞാനിങ്ങനെ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം 23 ഫ്ലൈ ഓവറിന്റെ ആവശ്യമുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞതാ 23 ഫ്ലൈ ഓവർ. കാരണം ഏത് സിറ്റിയിൽ നമ്മളായിരിക്കുന്നു ആ സിറ്റിയുടെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് നമ്മളാണ്. ആ സിറ്റിയെ പണിയുന്ന എഞ്ചിനീയർ നമ്മളാണ്. നമ്മൾ ഏത് ഗ്രാമത്തിലായിക്കോട്ടെ, സിറ്റിയിലായിക്കോട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ആർക്കിടെക്ട് നമ്മളാണെങ്കിൽ, കാരണം തിരുവചനം പറയുന്നത് നിന്നോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല, തന്റെ അഭിഷിക്തന്മാരോട് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യില്ല. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കണ നമ്മൾ ആവശ്യമാണ്. അങ്ങനെ ഈ പട്ടണം ചുറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 23 ഫ്ലൈ ഓവറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് എണ്ണി 23 പകരം ഏകദേശം 212 ഫ്ലൈ ഓവറാണ് ഈ പട്ടണത്തിന് വേണ്ടി ദൈവം തന്നത്. എയർപോർട്ട് ഇല്ലാതിരുന്ന ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ അവിടുത്തെ റൺവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ തന്നെ. കാരണം മോദി സാബ് ആണ് അതൊന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ പട്ടണത്തിന് എന്ത് ആവശ്യമുണ്ടോ? യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്നു. ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മറ്റുള്ള പട്ടണങ്ങളിലേക്ക് പോകണം. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചോദിച്ചു, യൂണിവേഴ്സിറ്റിക്ക് അടിത്തറയിട്ടു. ഒരു മെഡിക്കൽ കോളേജ് വേണമായിരുന്നു, പ്രാർത്ഥിച്ചു, മെഡിക്കൽ കോളേജ് വന്നു. ഏറ്റവും കൂടുതൽ പോൺ മൂവീസ് ഉള്ള ഒരു സിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സിറ്റിയിൽ ഇതാണ് ആവശ്യമെങ്കിൽ ഇത് വളരട്ടെ. അതല്ല, ദൈവസഭയാണ് വേണ്ടുന്നതെങ്കിൽ ദൈവസഭ വളരട്ടെ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഈ പട്ടണത്തിൽ വന്നോ, ഒരൊറ്റ മൂവി തിയേറ്റർ ഇല്ലാത്തൊരു പട്ടണമായിട്ട് ദൈവം ഈ പട്ടണത്തെ മാറ്റി. കാരണം പട്ടണത്തെ പണിയാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹിന്ദിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, മേനെ തുജെ അധികാരി ഠഹരായ, ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്, നിന്നെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഈ പട്ടണത്തെ പണി.
നിങ്ങളെല്ലാവരും, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നോട് ചേർന്ന് ഓർക്കുമ്പോഴെല്ലാം ഈ പട്ടണത്തെ പണിയുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് എനിക്ക് വേണം. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാൻ, ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഏകദേശം ഈ സുവിശേഷ വിരോധികളുടെ ഒരു ഡാറ്റ അനുസരിച്ച് അവർ പറയുന്നു ഏകദേശം 4 ലക്ഷം പേരെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാക്കിയിരിക്കുന്നത്. അവരുടെ ഡാറ്റ കറക്റ്റ് ആണ്, കാരണം നമ്മുടെ ക്രിസ്ത്യൻ ഡാറ്റയെക്കാളും കറക്റ്റ് ഡാറ്റയാണ് അവരുടേത്. അവരുടെ ഡാറ്റ പ്രകാരം ഞാൻ നോക്കുകയാണ്, 60 ലക്ഷം ആൾക്കാരാണ് ഈ പട്ടണത്തിൽ. ഈ 60 ലക്ഷം ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമുള്ളത്. ഈ 60 ലക്ഷം ജനങ്ങളിൽ 4 ലക്ഷം പേര് മാത്രമേ ബാക്കിയുള്ള ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ബാധ്യത എന്റെ മേൽ. ഇന്ന് ഇപ്പോൾ ഇറങ്ങുന്നു, 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, രാത്രിയിൽ ഏകദേശം 10:30 ആകാതെ മടങ്ങി വരാൻ കഴിയുകയില്ല. ഓരോ ദിവസവും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കാനേ പോകുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞു, എന്റെ സഭ ബിൽഡിങ് പണിയോന്നല്ല പറഞ്ഞത്, ചേർച്ച് പണിയോന്നാണ്. പക്ഷെ ആ ബിൽഡിങ്ങിന്റെ കാര്യവും ദൈവം അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ഒരുപക്ഷെ എനിക്ക് പൈസ ഇല്ലാതിരുന്ന സമയത്ത് 3-4 ദിവസം പണി നിന്നു, എന്നാൽ അവര് തന്നെ വീണ്ടും വന്ന് അതിനെ തുടങ്ങി വീണ്ടും വെച്ചു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തെ പണിയുവാൻ, ഇവിടെയുള്ള ദൈവപ്രവൃത്തി, കാരണം ഇതുവരെ ചോദിച്ചതെല്ലാം ദൈവം തന്നു. ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു പട്ടണമാക്കി കർത്താവെ ഈ പട്ടണത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത് ചെയ്തു. ഇന്നും പട്ടണം ചുറ്റിയുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളൊന്നും പറയുന്നില്ല. ദൈവമക്കള് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വാഞ്ചയോടെ നിൽക്കുവാൻ, ഇതുവരെ ഒരു പിന്മാറ്റത്തിൽ പോകാൻ തമ്പുരാൻ അനുവദിച്ചിട്ടില്ല. ഇനിയും പിന്മാറാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ ശ്രേഷ്ഠരായ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ആ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം തന്ന ആക്സിഡന്റിന് ശേഷമാണ് ഈ ചുമ. അപ്പോ അവസരം തന്ന പ്രത്യേക കർത്തദാസനും അതുപോലെ എന്നെ വിളിച്ച് സംസാരിച്ച പ്രിയ കർത്തദാസിക്കും ഒപ്പം തന്നെ ഈ ടീമിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം സഹായിക്കും.